നമുക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കൊന്ന് പോയാലോ? വാമനമൂർത്തി ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അവിടെ ഉള്ളത് നമ്മുടെ സൂരജ് സജി അവിടെ ഉണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സൂരജ്, ഹാപ്പി ഓണം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നുള്ള വിശേഷങ്ങൾ പറയൂ. ഞങ്ങളിവിടെ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലാണ്. ക്രിസ്ത്യൻ, എന്തായാലും ഹാപ്പി ഓണം. ഞാനിപ്പോൾ ഉള്ളത് ഗുരുവായൂരിലാണ്. ഗുരുവായൂരിൽ വലിയ ഭക്തജനത്തിരക്കാണുള്ളത്. പ്രത്യേകിച്ച് തിരുവോണ ദിവസം ഗുരുവായൂരുകാരെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഉള്ളവരെ സംബന്ധിച്ചും ഒക്കെ കണ്ണനെ കാണാതെ അവർക്ക് എന്ത് തിരുവോണ ആഘോഷം എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാം, പുലർച്ചെ മുതൽ തന്നെ ക്യൂവിൽ നിൽക്കുന്ന ആളുകളാണ്. നിരവധി ആളുകൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. നീണ്ട ക്യൂ ആണ് ഇപ്പോൾ ഗുരുവായൂരിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ അടക്കം, അതായത് ഉത്രാട ദിനത്തിലാണ് ഇവിടെ പ്രധാന ചടങ്ങ് നടക്കുക. സ്വാഭാവികമായും അന്നാണ് ഉത്രാടക്കുല അടക്കം സമർപ്പിച്ചുകൊണ്ട് കണ്ണന് ഒരു കാർഷിക അഭിവൃദ്ധിയുടെ ഒരു ആചാരം എന്ന നിലയ്ക്ക് കാഴ്ചക്കുല അടക്കം സമർപ്പിക്കുന്നത് ഈ ഉത്രാട ദിനത്തിലാണ്. അതോടൊപ്പം തന്നെ തിരുവോണ ദിനത്തിൽ ഇവിടെ എത്തുന്ന ഭക്തർ ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുത് തിരുവോണ സദ്യയും കഴിച്ച ശേഷമാണ് മടങ്ങുക. എന്തായാലും പതിവ് തെറ്റാതെ ഇക്കുറിയും ഗുരുവായൂരിൽ വലിയ തിരക്കാണ്. എവിടെ നിന്നായിട്ടാണ് വരുന്നത്? ഞാൻ ചെറുപ്പശ്ശേരിയിൽ നിന്നാണ്. വരാറുണ്ട്. എല്ലാ വർഷവും വന്ന ഗുരുവായൂരപ്പനെ തൊഴുകുമ്പോഴത്തെ പൂക്കളങ്ങളെ അർപ്പിക്കും, എല്ലാം കാണും, ദർശന സുഖമാണ്. ഞാൻ യൂട്യൂബറാണ്, പി ഗോവിന്ദൻകുട്ടി, ചെറുപ്പശ്ശേരി. എൻ്റെ യൂട്യൂബിൽ പാടുന്ന എല്ലാ ഗാനങ്ങളും ഒരുവിധം ജനങ്ങളെല്ലാവരും ഇന്ന് വരെ സഹകരിച്ചു പോകുന്നുണ്ട്. ഇനി അത് അഭിവൃദ്ധിപ്പെട്ടു വരട്ടെ എന്ന് പ്രാർത്ഥനയുമായി ഒരു പാട്ടും കൂടി പാടുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ. പാട്ട് പാടോ? പാടാം, ഒരു മിനിറ്റ്. പാടിക്കോ പാടിക്കോ. ഗുരുവായൂരുണ്ടൊരു പൊന്നമ്പിളി, ശ്രീലകം വാഴുന്ന കണ്ണനുണ്ണി. ഗുരുവായൂരുണ്ടൊരു പൊന്നമ്പിളി, ശ്രീലകം വാഴുന്ന കണ്ണനുണ്ണി, നിത്യവും ഞാൻ നിന്നെ കൈതൊഴുന്നേ. നാരായണ ഹരേ നാരായണ, എപ്പോഴും നിന്നാമമെൻ മനസ്സിലുള്ളൂ, നിത്യവും ഞാൻ നിന്നെ ഭജിച്ചിടുന്നു. ഞാൻ തന്നെ എഴുതുന്നു, ഞാൻ തന്നെ പാടുന്നു, ഞാൻ തന്നെ സംഗീതം നൽകുന്നു. എന്തായാലും ഇതാണ് ക്രിസ്ത്യന. ഗുരുവായൂരിൽ വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ മുതൽ നിൽക്കുന്ന ഭക്തരാണ്. അവരെല്ലാവരും തൊഴുതുകൊണ്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ എത്തുന്ന ആളുകൾ എല്ലാവരും തിരുവോണ സദ്യയും കൂടി കഴിച്ചതിന് ശേഷമായിരിക്കും ഇവിടെ നിന്ന് മടങ്ങുക. ക്രിസ്ത്യന, ടി കെ.